മുഖ്യമന്ത്രി വിഷയത്തിൽ മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ് കെ മുരളീധരനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. നാളെ AICC ആസ്ഥാനത്ത് എത്താനാണ് നിർദ്ദേശം. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടായേക്കുമെന്ന രീതിയിൽ ചില സൂചനകൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയിരുന്നു. രമേശ് ചെന്നിത്തലയെ വീണ്ടും ഡൽഹിക്ക് വിളിപ്പിക്കുമെന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ താൻ ഇനി ഡൽഹിയിലേക്കില്ല, എന്ത് തീരുമാനവും ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടെയാണ് കെ മുരളീധരനെ, മുൻ KPCC അധ്യക്ഷനായിട്ട് കെ മുരളീധരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള തീരുമാനം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ നിലപാടുകൾ, അതായത് AK ആന്റണിയുടെ അഭിപ്രായം ഉൾപ്പെടെ തേടിയിട്ടുണ്ട്, VM സുധീറിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഈ കെ മുരളീധരൻ്റെ നിലപാട് എത്രത്തോളം നിർണായകമായിരിക്കും? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാളെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് മുൻ PCC അധ്യക്ഷന്മാരെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കെ മുരളീധരനെയും കെ സുധാകരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള മുൻ KPCC അധ്യക്ഷന്മാരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നത്. സുധാകരൻ ഇന്ന് തന്നെ ഒരുപക്ഷെ ഡൽഹിയിലെത്തിയേക്കും. കെ മുരളീധരൻ നാളെ രാവിലെ മാത്രമായിരിക്കും ഡൽഹിയിലേക്ക് പുറപ്പെടുക. നാളെ വിശദമായ ചർച്ച എല്ലാവരുമായി ഹൈക്കമാൻഡ് നടത്തും. മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് വൈകിട്ട് ബംഗളൂരുവിൽ നിന്ന് തിരികെ എത്തിയ ശേഷം സോണിയാഗാന്ധിയെ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം തേടും എന്നാണ് അറിയുന്നത്. സോണിയാഗാന്ധിയുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. ഒരുപക്ഷെ നാളെ തന്നെ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചതാണ്. പക്ഷേ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഏത് തരത്തിലായിരിക്കും താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടാക്കുക എന്ന കാര്യമടക്കം ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് മുതിർന്ന നേതാക്കളെ, മുൻ PCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതെന്നാണ് സൂചന. കാരണം പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരു ഫോർമുല ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഡൽഹിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. യെസ്, വ്യക്തമാണ് ഡാൻ. അതിനിടെ ഈ KC വേണുഗോപാലിൻ്റെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയേക്കുമെന്ന രീതിയിലുള്ള ചില സൂചനകൾ ഇന്നലെ രാത്രി പോലും പുറത്തു വന്നതാണ്. പക്ഷേ അതിനുശേഷവും വീണ്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ചർച്ചകളിലേക്ക് നീങ്ങുന്നത്? ഒരു അഭിപ്രായ രൂപീകരണത്തിലേക്ക് ഹൈക്കമാൻഡ് എന്തുകൊണ്ടാണ് എത്താൻ കഴിയാത്തത്? മറ്റു പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഹൈക്കമാൻഡ് കണക്കിലെടുക്കുന്നുണ്ടോ? അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയോ അത്തരം സൂചനകൾ പുറത്തു പോവുകയോ ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മനസ്സിലിരിക്കുന്ന എന്താണെന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ഒരു മാധ്യമപ്രവർത്തകരും ദേശീയ മാധ്യമ രംഗത്തും കേരളത്തിലും ഇല്ല. കാരണം അവരെടുക്കുന്ന നിലപാടായിരിക്കും വിഷയത്തിൽ നിർണായകമാകുക. ബാക്കിയൊക്കെ അതത് കേന്ദ്രങ്ങളിൽ നിന്ന് അതത് നേതാക്കന്മാരുടെ അനുഭാവികളും അനുയായികളുമായ നേതാക്കൾ പ്രചരിപ്പിക്കുന്ന തെറ്റായ വാർത്തകൾ മാത്രമാണ്. ഇതിൽ അന്തിമമായ തീരുമാനം സോണിയാഗാന്ധിയുടേതാകും എന്ന സൂചന തന്നെയാണ് ഡൽഹിയിൽ നിന്ന് മറ്റ് മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത്. കാരണം അഭിപ്രായം തേടിയിരുന്നു, എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കാനുള്ള അവസരം നൽകിയിരുന്നു. MP-മാർ അഭിപ്രായം അറിയിച്ചു, MLA-മാർ അഭിപ്രായം അറിയിച്ചു, മുൻ PCC അധ്യക്ഷന്മാർ ഇതിനോടകം അഭിപ്രായം അറിയിച്ച് അവരെ വീണ്ടും വിളിപ്പിക്കുന്നതാണ്. അങ്ങനെ ഘടകകക്ഷി നേതാക്കളോട് ഫോണിലും അല്ലാതെയും സംസാരിച്ചിരുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുമായൊക്കെ സംസാരിച്ചതാണ്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നൊരു നീക്കം മാത്രമായിരിക്കാം ഇപ്പോഴത്തെ മുൻ PCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പ്രഖ്യാപനം വൈകുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തൻ്റെ പേരിലാരും ഫ്ലെക്സ് വെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.